MG യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ 2016 നടന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കോർ 13. 2013 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്ന കാറ്റഗറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഡിഫൈൻ ഓവർഹെഡ്സ് എന്നതാണ് ആദ്യത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓവർഹെഡ്സ് റെഫർ ടു ഓൺഗോയിങ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് that are not directly related to the production of a product or service but are necessary for the operation of the business. ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതിച്ചെലവുകൾ അഥവാ നമുക്ക് വരുന്ന എക്സ്പെൻസസ് എന്ന് തന്നെയാണ് അർത്ഥം. അഡീഷണൽ എക്സ്പെൻസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദ റെഫർ ടു ഓൺഗോയിങ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തന ചെലവുകൾ തന്നെയാണ്. പക്ഷേ അത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കാര്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് കണക്റ്റഡായ ഒരു ചിലവല്ല എന്ന് മാത്രം. ദേ ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ബട്ട് ആർ നെസസറി ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ദൈനംദിന ചെലവിൻ്റെ ഭാഗമായിട്ടുള്ള ചെലവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർഹെഡ്സ് എന്ന്. എക്സാമ്പിൾ, ഡയറക്റ്റ് അല്ലാത്തതായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെൻറ്റുകൾ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് റെൻറ്റ്, യൂട്ടിലിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സാലറീസ് എക്സെട്ര. ഇതെല്ലാം ഓവർഹെഡുകളാണ്. ഇലക്ട്രിസിറ്റി ചാർജസ് ഒക്കെ യൂട്ടിലിറ്റീസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഭരണച്ചെലവുകളിൽ പരമായിട്ടുള്ള സാലറികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓവർഹെഡ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ഓവർഹെഡ്സും കൂടെ നമ്മുടെ ഒരു കോസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ചെറിയ ബ്രേക്കപ്പാണ് ഓവർഹെഡ്. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്കറിയാം, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ്. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റായിട്ട് വരുന്ന ലേബർ കോസ്റ്റാണ്. ഡയറക്റ്റ് ഓവർഹെഡ് വരും. ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റിന് കണക്റ്റഡ് ആവുന്ന ഓവർഹെഡ് ഉണ്ട്. ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ് ഓവർഹെഡുകളെയാണ് പൊതുവെ ഇവിടെ ഓവർഹെഡ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഓവർഹെഡുകളുണ്ട്. അങ്ങനെ ഓവർഹെഡുകൾ പല രീതിയിൽ ഉണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ? എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഈസ് എ യൂണിറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ സ്പെസിഫിക് ആക്ടിവിറ്റീസ്. ചില പ്രത്യേകതരം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ യൂണിറ്റോ സെൻറ്ററോ ആണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. അത് ഇവിടെ കോസ്റ്റ്, റവന്യൂ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആകാനാണ് ചാൻസ്. ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു ട്രാക്ക് ആൻഡ് മെഷർ പെർഫോമൻസ്. കോസ്റ്റ് സെൻറ്റർ ആണെങ്കിൽ അതൊരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ്. അവിടെ കോസ്റ്റ് എത്രയാണ് എന്ന് ട്രാക്ക് ചെയ്യാനും അതിൻ്റെ കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് മെഷർ ചെയ്യാനും, കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നതാണല്ലോ ആത്യന്തികമായ കോസ്റ്റിംഗ് കണക്കുകൾ തയ്യാറെടുക്കലുകളുടെയൊക്കെ ഉദ്ദേശ്യം. അതുപോലെ തന്നെ കമ്പനിയുടെ പെർഫോമൻസ് അക്കാര്യത്തിൽ എത്രമാത്രം മികവുള്ളതാണ് എന്ന് വിലയിരുത്തുക, ഇതൊക്കെയാണ് ട്രാക്ക് ചെയ്യുക. ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. മാനേജേഴ്സ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദെയർ സെൻറ്റേഴ്സ് റിസൾട്ട്സ്. ഓരോ സെൻറ്ററിലും ഒരു മാനേജർ ഉണ്ടാവും. ആ സെൻറ്ററിൻ്റെ മാനേജറാണ് അതിൻ്റെ റിസൾട്ടിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഇൻക്ലൂഡിങ് കോസ്റ്റ് സെൻറ്റർ ഒരു എക്സാമ്പിളാണ്. കോസ്റ്റ് സെൻറ്റർ കൂടാതെ പ്രോഫിറ്റ് സെൻറ്ററുകളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററുകളുണ്ട്, ഇങ്ങനെ പലതരം റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളുണ്ട്. ഡിഫൈൻ കോസ്റ്റിംഗ് എന്നാണ് അടുത്ത ചോദ്യം. എന്താണ് കോസ്റ്റിംഗ്? കോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഓർ ഡെലിവറിങ് എ സർവീസ്. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. കോസ്റ്റിംഗ് എന്നുള്ളത് പ്രക്രിയയാണ്. കോസ്റ്റ് എന്താണ് എന്ന ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കണം. കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഉൽപ്പാദന ചെലവാണ് കോസ്റ്റ്. എന്നാൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ കോസ്റ്റ് എത്രയാണെന്ന് കണക്കാക്കുന്ന, കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ് ആൻഡ് അലോക്കേറ്റിംഗ് വേരിയസ് കോസ്റ്റ്. പലതരത്തിലുള്ള കോസ്റ്റുകളെ കണ്ടെത്തുക, അതിനെ ഓരോന്നിനെ അലോക്കേറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക എന്നിവയാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അതേതൊക്കെയാണ്? സച്ചാസ് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ഓവർഹെഡ്, ഇൻഡയറക്റ്റ് ഓവർഹെഡുകൾ. ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നതാണ്. ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, എന്നിട്ട് ഓരോ കോസ്റ്റും അതതിൻ്റെ കൺസേൺഡ് സെക്ഷനിലേക്ക് വീതം വയ്ക്കുക അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ്. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ടു ഡിറ്റർമൈൻ ദ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ സർവീസിൻ്റെ റെൻഡറിങ്ങിൽ വന്നിരിക്കുന്നത് എന്ന് നിശ്ചയിക്കുക, അത്ര തന്നെ. ഇനി എക്സ്പ്ലെയിൻ JIT, ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അടുത്ത ചോദ്യം.
Just in time is a production and inventory management system where materials or products are produced or purchased just in time. മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അനുബന്ധ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ മാത്രമാണ്. അതായത് ജസ്റ്റ് ഇൻ ടൈം ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്, കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ വാങ്ങിക്കുന്ന രീതിയാണ്. മുൻകൂട്ടി മാസങ്ങളോളം മുൻകൂട്ടി വാങ്ങി വെച്ച് കെട്ടിക്കിടന്ന് കേടാകുന്ന സിസ്റ്റം അവിടെ അനുവദിക്കുന്നില്ല ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റത്തിൽ. ദിസ് അപ്രോച്ച് എയിംസ് ടു മിനിമൈസ് ഇൻവെൻട്രി കോസ്റ്റ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഗോഡൗൺ റെൻ്റൊക്കെ ലാഭിക്കാൻ കഴിയുന്നു, മിനിമൈസ് ചെയ്യാൻ കഴിയുന്നു, കുറയ്ക്കാൻ കഴിയുന്നു. അപ്പോൾ വേസ്റ്റ് റെഡ്യൂസ് ആവുന്നില്ല. മുൻപേ വാങ്ങി വെച്ചതിൻ്റെ പേരിൽ കുറേ സാധനങ്ങൾ കേടായി പോവുക, അങ്ങനെ വേസ്റ്റേജസ് ഉണ്ടാവുക, അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ജസ്റ്റ് ആ സമയത്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം സാധനങ്ങൾ റെഡി ഡെലിവറി എത്തിച്ചു തരാനായിട്ട് തയ്യാറുള്ള ആളുകൾ, റെഡി ഡെലിവറി എത്തിച്ചേരാൻ തയ്യാറായുള്ള ആളുകൾ മാത്രമാണ്, സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ഇങ്ങനെയൊരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ എന്നതാണ് അതിൻ്റെ മറുവശം. സാധനങ്ങളുടെ കൃത്യമായ മുടങ്ങാതെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായി കഴിയുമ്പോൾ മാത്രമാണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റത്തെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞത്. വാട്ട് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്? എന്താണ് ഒരു കോസ്റ്റ് യൂണിറ്റ്? എ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിന് ഒരു സർവീസിന് ഒക്കെ കോസ്റ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്. ടു വിച്ച് കോസ്റ്റ് ആർ അലോക്കേറ്റഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ കോസ്റ്റ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ അത് ഉപയോഗിക്കാം. സച്ച് ആസ് പെർ യൂണിറ്റ്, പെർ കിലോഗ്രാം ഓർ പെർ അവർ. പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പെർ കിലോഗ്രാം അല്ലെങ്കിൽ പെർ അവർ എന്ന രീതിയിലൊക്കെ കോസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും. എക്സാമ്പിൾസ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പെർ റൂം നൈറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പെർ ടൺ ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ്, ഒരു ടൺ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്തത്. ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയിലാണെങ്കിൽ പെർ ടൺ കിലോമീറ്റർ, അല്ലെങ്കിൽ ലോറി ട്രാൻസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ ടൺ കിലോമീറ്റർ, ഒരു ടൺ ഭാരമുള്ള വസ്തു 1 കിലോമീറ്റർ കൊണ്ടുപോകുന്നതിന് വരുന്ന ചിലവ്. അല്ലെങ്കിൽ ബസ് സർവീസിലാണെങ്കിൽ പെർ പാസഞ്ചർ കിലോമീറ്റർ, ഒരു യാത്രക്കാരന് 1 കിലോമീറ്റർ കൊണ്ടുപോകുന്നതിനുള്ള ചിലവ്. ഇങ്ങനെ ഒക്കെ വിവിധ മേഖലകളിൽ നമുക്ക് ഈ കോസ്റ്റ് യൂണിറ്റ് പറയാം. ഇഷ്ടിക ഉണ്ടാക്കുന്ന അടുത്താണെങ്കിൽ പെർ 1000 ബ്രിക്സ് ആണ്. അല്ലെങ്കിൽ സിമൻ്റൊക്കെ ആണെങ്കിൽ പെർ ബാഗ് ആവാം. അല്ലെങ്കിൽ പഞ്ചസാര വ്യവസായത്തിൽ പെർ ക്വിൻ്റൽ ആവാം. അല്ലെങ്കിൽ ഇരുമ്പ് അയൺ ആൻഡ് സ്റ്റീലാണെങ്കിൽ തീർച്ചയായിട്ടും പെർ ടൺ ആയിരിക്കാം. തിയേറ്ററിലാണെങ്കിൽ പെർ സീറ്റ് ആവാം. ഹോസ്പിറ്റലിലാണെങ്കിൽ പെർ ബെഡ് ആവാം. ഈ രീതിയിൽ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സ്മോളസ്റ്റ് എക്സ്പ്രസിബിൾ യൂണിറ്റ്, അതിലേക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന്. മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് സിസ്റ്റം ഫോളോ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? 2 അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ആർ നോ ഡയറക്റ്റ് സോഴ്സ് ഫൗണ്ട് ബട്ട് ബേസ്ഡ് ഓൺ ജനറൽ നോളജ്. അതായത് ഇനി 2 അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ ഗുണം. ഒന്ന്, അതായത് എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് ഒരിടത്താണ് വാങ്ങിക്കുന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള വേണ്ടിയിട്ടുള്ളതെല്ലാം ഒറ്റ ഒരു മേജർ ആയിട്ടുള്ള പർച്ചേസ് മാനേജറാണോ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ബൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ നെഗോഷിയേഷൻ പവർ ഉണ്ടാകും. കാരണം സെൻട്രലൈസ്ഡ് പർച്ചേസിങ് അലൗസ് ബൾക്ക് പർച്ചേസസ് എനേബിളിംഗ് ഓർഗനൈസേഷൻസ് ടു നെഗോഷിയേറ്റ് ബെറ്റർ പ്രൈസസ് വിത്ത് സപ്ലയേഴ്സ്. അപ്പോൾ നമുക്ക് സപ്ലയേഴ്സുമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബൾക്ക് വാങ്ങിക്കുന്ന ആൾക്ക് കൂടുതൽ നെഗോഷിയേറ്റിംഗ് പവറുണ്ട് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ എനേബിളിംഗ് ഓർഗനൈസേഷൻസ് ടു നെഗോഷിയേറ്റ് ബെറ്റർ പ്രൈസസ് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വിത്ത് സപ്ലയേഴ്സ് ഇംപ്രൂവ്ഡ് ഇൻവെൻട്രി കൺട്രോൾ കൂടി സാധിക്കുന്നു സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എനേബിൾസ് ഓർഗനൈസേഷൻസ് ടു മാനേജ് ഇൻവെൻട്രി ലെവൽസ് മോർ എഫിഷ്യൻ്റ്ലി. സെൻട്രലൈസ്ഡ് കൺട്രോളിൽ വയ്ക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സാധ്യമാകുന്നു. റെഡ്യൂസിങ് സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് ഓവർ സ്റ്റോക്കിങ്. സ്റ്റോക്ക് ഔട്ടും ഓവർ സ്റ്റോക്കിങ്ങും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. കാരണം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അത് തന്നെ ഇത്തരം കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുവാനായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകും എന്നുള്ളതാണ്. ഓരോ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏൽപ്പിച്ചാൽ അവിടെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അപ്പോൾ അവർക്ക് അവരുടെ ശ്രദ്ധ വിട്ടു പോകും. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ 2 ഗുണങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ സ്പോയിലേജ്? സ്പോയിലേജ് എന്താണ് എന്നാണ്.
Spoilage of goods refer to products that are damaged or deteriorated during production or storage. പ്രൊഡക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ സമയത്ത് ഡാമേജ് ആവുന്ന സാധനങ്ങളെയാണ്, ഡിറ്റീരിയറേറ്റ് ആവുന്ന സാധനങ്ങളെയാണ് സ്പോയിലേജ് അല്ലെങ്കിൽ സ്പോയിൽഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. മേക്കിംഗ് ദം അൺസെയിലബിൾ. പിന്നെ അങ്ങനെ ഒരിക്കലും സ്പോയിലേജ് സംഭവിച്ചു പോയി അല്ലെങ്കിൽ സ്പോയിൽഡായ സാധനങ്ങളുടെ കാര്യത്തിൽ, മെറ്റീരിയൽസിൻ്റെയോ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെയോ കാര്യത്തിൽ ഇൻഫീരിയർ ക്വാളിറ്റിയിൽ നമുക്കതൊരിക്കലും സെയിൽ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും സംഭവിക്കുക. അങ്ങനെയുള്ളതിനെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് ശരിയാക്കിയെടുക്കാൻ കഴിയുന്നവയുണ്ട്, എന്നാൽ ഇത് പലപ്പോഴും അങ്ങനെ ആവില്ല. അതുപോലെ തന്നെ സ്ക്രാപ്പായിട്ട് വിൽക്കാൻ കഴിയുന്നവയുണ്ട്, ഇത് അതിനും കൊള്ളില്ല. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ സ്പോയിലേജ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം കോസ്റ്റിംഗ്? എന്താണ് യൂണിഫോം കോസ്റ്റിംഗ്? ഒരുപോലത്തെ കോസ്റ്റിംഗ് എന്നാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. യൂണിഫോം കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വേർ എ സ്റ്റാൻഡർഡൈസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് അക്രോസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓർഗനൈസേഷൻസ് ഓർ ഇൻഡസ്ട്രീസ്. ഒരു യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്ന രീതി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകാം ആ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ വിവിധ ഓർഗനൈസേഷനുകളോ വിവിധ ഇൻഡസ്ട്രികളിലൊക്കെ സമാനമായ രീതിയിലുള്ള കോസ്റ്റിംഗ് സിസ്റ്റം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ യൂണിഫോം കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയാം. അതായത് ദിസ് അപ്രോച്ച് എനേബിൾസ് കമ്പാരിസൺ ആൻഡ് ബെഞ്ച് മാർക്കിംഗ് ഓഫ് കോസ്റ്റ്. ഇത് ഇങ്ങനെയാണെങ്കിലുള്ള ഗുണം എന്താണ്? യൂണിഫോം കോസ്റ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർഫേം കമ്പാരിസൺ പോസിബിളാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ചിലവ് കണക്കും മറ്റൊരു സ്ഥാപനത്തിൻ്റെ ചിലവ് കണക്കും സമാനമായ രീതിയിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ സമാനമായ രീതിയിൽ ചിലവ് എഴുതി തയ്യാറാക്കിയിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിങ് അത് ഈസി ആകുന്നു എന്നുള്ളതാണ്. കൂടുതൽ മെച്ചപ്പെട്ട കോസ്റ്റ് കൺട്രോളിങ് സാധ്യമാകുന്നു. ഒരു കമ്പനിക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരേപോലത്തെ കോസ്റ്റ് കണക്കാക്കുന്ന രീതിയാണ് പിന്തുടരുന്നത് എങ്കിൽ എല്ലായിടത്തെയും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, തീരുമാനങ്ങൾ ഒരുപോലെ എടുക്കുവാനായിട്ട്, അഥവാ ഒരു ഡിസിഷൻ എടുത്താൽ അതിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടാകും. അതാണ് കോസ്റ്റ് കൺട്രോളിങ്ങിനും കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും ഇതൊക്കെ സഹായകരമാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്നതാണ് പറഞ്ഞു വരുന്നത്. 9th ക്വസ്റ്റ്യൻ നമ്മളിവിടെ കാണുന്നത്, വാട്ട് ഈസ് എ പ്രൈം കോസ്റ്റ്? എന്താണ് പ്രൈം കോസ്റ്റ്? വാട്ട് ഈസ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാലും മതി. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇവ മൂന്നും കൂടി ചേരുമ്പോൾ നമ്മൾ കണക്കാക്കുന്ന മുഖ്യ ചിലവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചിലവിനെയാണ് പ്രൈം കോസ്റ്റ്. റെഫേഴ്സ് ടു ദ ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റിനാണ്, ഇൻക്ലൂഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ദീസ് ത്രീ തിങ്സ് when added together we get prime cost. ഇനി എക്സ്പ്ലെയിൻ ഇംപ്യൂട്ടഡ് കോസ്റ്റ്. വാസ്തവത്തിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഒരു തരം ഇംപ്ലിസിറ്റ് കോസ്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർലീന ചെലവ് തന്നെയാണ് എന്ന് പറയാൻ കാരണം, ഓണറുടെ സെൽഫ് ഫണ്ട് ആയിട്ടുള്ള റിസോഴ്സസ് ഉടമസ്ഥൻ തൻ്റെ സ്വന്തമായ കെട്ടിടമോ മുറിയോ ചിലപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും. അതുകൊണ്ട് അയാൾക്ക് പുതിയൊരെണ്ണം പുറമേ നിന്ന് വാടക കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നില്ല എന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അതിന് കിട്ടുന്ന ബെനിഫിറ്റാണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് ദ ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ് ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഇൻകേർഡ്. ആക്ച്വലി ഇൻകർ ചെയ്യാത്ത നോഷണൽ കോസ്റ്റാണ്, ബട്ട് ഈസ് റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. തീരുമാനമെടുക്കുന്ന പ്രക്രിയയ്ക്ക് പക്ഷേ അത് നിർണായകവുമാണ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് യൂസിങ് എ കമ്പനീസ് ഓൺ റിസോഴ്സസ് ഓർ അസറ്റ്സ്. ഒരു കമ്പനിയുടെ ഓൺ റിസോഴ്സസ് അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ്സ് അത് ഉപയോഗിക്കുമ്പോൾ വരുന്ന നഷ്ടാവസര ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയാണ് ഇങ്ങനെ പറയുന്നത്. എക്സാമ്പിൾസ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റാണ്, ഒരു നോഷണൽ കോസ്റ്റാണ്. ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഇൻകേർഡ്. അത് ആക്ച്വലി നേരിടുന്നതല്ല, ബട്ട് ഈസ് റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് അത് പ്രധാനവും പ്രസക്തവുമാണ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് യൂസിങ് എ കമ്പനീസ് ഓൺ റിസോഴ്സസ് ഓർ അസറ്റ്സ്. ഒരു കമ്പനിയുടെ ഓൺ റിസോഴ്സസ് അല്ലെങ്കിൽ അസറ്റ്സ് ഉപയോഗിക്കുമ്പോൾ വരുന്ന നഷ്ടാവസര ചെലവെന്ന് പറയാം. അതായത് ഉടമസ്ഥൻ തൻ്റെ ആ മുറി പ്രൊഡക്ഷന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അയാൾക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നില്ല. അഥവാ ആ മുറി വേറെ പ്രൊഡക്ഷന് വേണ്ടി മറ്റാർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് കിട്ടുമായിരുന്ന ബെനിഫിറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് അദ്ദേഹം അത് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഓൺ റിസോഴ്സസ് ആയിട്ട് എന്ന നിലയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അതിലൂടെ
കിട്ടുമായിരുന്ന ബെനിഫിറ്റും വേണ്ടെന്ന് വയ്ക്കാൻ. അതാണ് ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ നഷ്ടാവസര ചെലവ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ളത് അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, പരീക്ഷയ്ക്ക് വരാവുന്ന മറ്റൊരു ചോദ്യമാണ്. പാർട്ട് എയിലെ ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. പാർട്ട് ബിയിൽ ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് എന്ന സെക്ഷനാണ്. ഓരോന്നിനും 2 മാർക്ക് എന്നുള്ളത്. എക്സ്പ്ലെയിൻ VED അനാലിസിസ്. എന്താണ് VED അനാലിസിസ്? VED അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു മെത്തേഡാണ് VED അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് ഉള്ള മെറ്റീരിയൽസിനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതിനുള്ളൊരു ടെക്നിക്കാണ് ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ് അപ്പോൾ VED അനാലിസിസ്. ABC അനാലിസിസും ഇതുപോലെ തന്നെ മറ്റൊരു ടെക്നിക്കാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ VED അനാലിസിസ് ആണ് ചോദിക്കുന്നതെങ്കിൽ മറ്റു ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ABC അനാലിസിസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും VED അനാലിസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെറ്റീരിയൽസിനെ അതിൻ്റെ ക്രിട്ടിക്കാലിറ്റി, അതിൻ്റെ മീൻസ് അർജൻസി അല്ലെങ്കിൽ പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ VED അനാലിസിസിൽ. VED എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വി എന്നത് വൈറ്റൽ എന്ന വാക്ക്, അതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. E എസെൻഷ്യലാണ്, D ഡിസൈറബിൾ ആണ്. അപ്പോൾ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ ഈ 3 വാക്കുകൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ ഐറ്റംസ് ദാറ്റ് ആർ ക്രിട്ടിക്കൽ ടു പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രൊഡക്ഷന് വളരെ നിർണായകമായിട്ടുള്ള ഐറ്റംസിനെയാണ് അല്ലെങ്കിൽ സ്പെയർ പാർട്സിനെയാണ് വൈറ്റൽ മെറ്റീരിയലുകൾ എന്നുകൊണ്ട് നമ്മൾ വിളിക്കുന്നത്. കാരണം അവയുടെ ഇല്ലായ്മ, അവയുടെ തകരാറ് നമുക്ക് അടിയന്തരമായി നമ്മുടെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ആവാനായിട്ട്, പ്രൊഡക്ഷൻ നിന്ന് പോവാനായിട്ട് കാരണമായേക്കാം. അതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ വൈറ്റൽ മെറ്റീരിയൽ എന്ന്. അത് എക്സ്ട്രാ കെയർ കൊടുത്ത് അവയുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അത് അവയുടെ വാല്യൂ കമ്പനിയിൽ കൂടുതലാണ്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. ഇത് റിലേറ്റീവ്ലി മോറോർലെസ് എന്ന് പറയാവുന്ന രീതിയിൽ ഏതാണ്ട് ആവറേജ് വാല്യൂ ഉള്ളതാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് തന്നെയാണ് എന്ന് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ വൈറ്റൽ മെറ്റീരിയലിൻ്റെ പോലെ അത്ര ക്രിട്ടിക്കലൊന്നുമല്ല. അഥവാ അതില്ലെങ്കിൽ അപ്പോൾ പ്രൊഡക്ഷൻ ബ്ലോക്ക് ആകുന്ന പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യണം, അഥവാ സമ്പാദിക്കണം, നേടിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ അത് പ്രൊഡക്ഷനെ ബ്ലോക്കാക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് ഡിസൈറബിളാണ്. അതായത് ഈ ഐറ്റംസ് പ്രൊഡക്ഷന് എസെൻഷ്യലേ അല്ല. ദീസ് ഐറ്റംസ് ആർ നോട്ട് അറ്റ് ഓൾ എസെൻഷ്യൽ ഫോർ പ്രൊഡക്ഷൻ. പക്ഷേ ഉണ്ടെങ്കിൽ നല്ലതാണ്. ബട്ട് ആർ നൈസ് ടു ഹാവ്. ഉണ്ടെങ്കിൽ നല്ലതാണ്. അത്രയും കൂടെ പെർഫെക്ഷൻ, അത്രയും കൂടെ ക്വാളിറ്റി, അത്രയും കൂടെ വർക്കിൻ്റെ ഈസിനെസ് ഒക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഡിസൈറബിൾ എന്ന് പറയുന്നത്. അഭിലഷണീയം എന്നാണ് പറയുന്നത്. അത്യന്താപേക്ഷിതം എന്ന് പറയുന്ന വൈറ്റൽ എന്ന വാക്കല്ല ഇവിടെ. എസെൻഷ്യൽ, ആവശ്യമുണ്ട് എന്നതുമല്ല. ഡിസൈറബിൾ, ഉണ്ടെങ്കിൽ നല്ലത് എന്ന അർത്ഥത്തിൽ അഭിലഷണീയം എന്ന് മാത്രമേ പറയുന്നത്. ദിസ് അനാലിസിസ് ഹെൽപ്സ് പ്രയോറിറ്റൈസ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ എഫോർട്ടിനെ മുൻഗണനാക്രമത്തിൽ തയ്യാറാക്കാനായിട്ട് റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് റിസോഴ്സിനെ പ്രൊക്യൂർ ചെയ്യാനുള്ള സീരിയസ്നെസ്സും അതിനുവേണ്ടി ചിലവാക്കാനുള്ള പണവും ഒക്കെ അതിനു വേണ്ടിയിട്ട് സജ്ജമാക്കേണ്ടുന്ന മീൻസ് എക്സ്ട്രാ കെയറും കരുതലുമൊക്കെയാണ് ഈ വാക്കുകളിലൂടെ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ എന്നീ വാക്കുകളിലൂടെ നമ്മൾ മീൻ ചെയ്യുന്നത് വാസ്തവത്തിൽ. 12ാമത്തെ ചോദ്യം, മെൻഷൻ എനി ഫ്യൂ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഏതാനും ചില ഉത്തരവാദിത്തങ്ങൾ പറയാമോ എന്നാണ് ചോദിക്കുന്നത്. സം കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡ് പ്രൊക്യൂർമെൻറ്റ്. സ്റ്റോറ് സാധനങ്ങൾ തീർന്നു പോകുന്നതനുസരിച്ച് മെറ്റീരിയൽസ് വാങ്ങി വയ്ക്കുക എന്നത് സ്റ്റോറിൻ്റെ ഉത്തരവാദിത്തമാണ്. പർച്ചേസിങ് മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സ് ആസ് പെർ റിക്വയർമെൻറ്റ്. എത്രത്തോളം തീർന്നുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് പുതിയ മെറ്റീരിയൽസ് വാങ്ങുക എന്നത് പ്രൊക്യൂർമെൻറ്റ് സ്റ്റോറിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റോറേജ്, മെയിൻറ്റെയിനിങ് ആൻഡ് മാനേജിങ് ഇൻവെൻട്രി ലെവൽസ്. അവിടുത്തെ സ്റ്റോക്ക് ലെവൽ തീരുന്നതനുസരിച്ച് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള സ്റ്റോറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇഷ്യൂയിങ് മെറ്റീരിയൽസ് ടു പ്രൊഡക്ഷൻ ഓർ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതും അവരുടെ ഉത്തരവാദിത്തമാണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അഥവാ സ്റ്റോക്ക് മാനേജ്മെൻറ്റിനെയാണ് പറയുന്നത്. മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ഇൻവെൻട്രി ലെവൽസ്. ഇൻവെൻട്രി ലെവലുകൾ നമുക്കറിയാം, പല ലെവലുകളുണ്ട്. മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീ ഓർഡർ ലെവൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണം. ആ കാര്യം
സ്റ്റോർ കീപ്പർക്കും സ്റ്റോർ മാനേജ്മെൻറ്റിനും ഒക്കെ അറിയാമായിരിക്കണം. അത് കൃത്യമായി ചെയ്യണം. ഒരിക്കലും അത് മിനിമം ലെവലിൽ നിന്ന് താഴ്ന്നു പോകാൻ അനുവദിക്കരുത്. മിനിമം ലെവലിൽ നിന്ന് താഴ്ന്നു പോയാൽ തീർച്ചയായിട്ടും അത് ഡേഞ്ചർ ലെവലിലേക്ക് പോകും. പ്രൊഡക്ഷൻ ബ്ലോക്ക് ആവാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ഡേഞ്ചർ ലെവലിലേക്ക് താഴ്ന്നു പോയാൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ബ്ലോക്കായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണത് കാണിക്കുന്നത്. അടിയന്തരമായി വാങ്ങിയില്ലെങ്കിൽ നമ്മൾക്ക് കമ്പനിക്ക് കനത്ത നഷ്ടമുണ്ടാകാൻ പോകുന്ന സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണത് കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു പരിധിവരെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. അതിനെയാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ആ ലെവലിന് അപ്പുറത്തേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടാകും. അത് ചിലപ്പോൾ സ്റ്റോക്ക് കെട്ടിക്കിടന്ന് കേടാവും. അത് മെറ്റീരിയലിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളത്, അവർ കൈകാര്യം ചെയ്യുന്ന ഗുഡ്സിൻ്റെ നേച്ചർ എന്താണ് എന്നതിനനുസരിച്ചാണ് അതൊക്കെ നിശ്ചയിക്കുന്നത്. മാക്സിമം ലെവൽ എത്ര ഫിക്സ് ചെയ്യണം, മിനിമം ലെവൽ എത്ര ഫിക്സ് ചെയ്യണം, റീഓർഡർ ലെവൽ എത്ര ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ കോസ്റ്റ് നിയന്ത്രിക്കാൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റിനെ താഴോട്ട് കുറച്ചു കൊണ്ടുവരിക എന്നാണ്. രണ്ടും തമ്മിലുള്ള പേരിൽ തന്നെ അർത്ഥവ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കോസ്റ്റ് കൺട്രോളിനെ നമുക്കിങ്ങനെ പറയാം: ഇറ്റ് ഈസ് എ പ്രോസസ് എയിംഡ് അറ്റ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് വിത്തിൻ പ്രീ ഡിറ്റർമൈൻഡ് ലിമിറ്റ്സ് ഓർ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ കമ്പനി തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ആ സ്റ്റാൻഡേർഡിനുള്ളിൽ തന്നെ കോസ്റ്റിനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രക്രിയയാണ്, അങ്ങനെ എയിം ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് കമ്പനി തന്നെ മുൻകൂട്ടി ഒരു നിലവാരം നിശ്ചയിക്കുന്ന കോസ്റ്റ് പരമാവധി ഇത്ര വരെ ആവാമെന്ന്, എന്നിട്ട് അതിനുള്ളിൽ കോസ്റ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ അതല്ല. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റിനെ കുറച്ചുകൊണ്ട് വരിക എന്നത് തന്നെയാണ്. ഔട്ട്പുട്ട് എൻ്റെ അളവിൽ മാറ്റം വരുത്താതെ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടും സെയിം ലെവൽ ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും നമ്മുടെ കോസ്റ്റിനെ എങ്ങനെ വളരെ ഇൻ്റലിജൻ്റായ ഇടപെടൽ കൊണ്ട് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും, കോസ്റ്റിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും, അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെയാണ് കോസ്റ്റ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കമ്പനി തന്നെ പ്രീ ഡിറ്റർമൈൻ ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. അതിനുള്ളിൽ കോസ്റ്റ് നിലനിർത്തണം. അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് കോസ്റ്റ് ഒരിക്കലും ഉയരരുത്. ഇതാണ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ഫോക്കസസ് ഓൺ പ്രിവെൻറ്റിങ് അൺനെസസറി കോസ്റ്റ്. അനാവശ്യ ചിലവുകളെ നമ്മൾ തടയുക എന്ന് തന്നെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് എൻഷറിങ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പുവരുത്തുക എന്നതുമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. എൻഷറിങ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ അതല്ല. ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ഏരിയാസ് ഫോർ കോസ്റ്റ് സേവിങ്സ്. കോസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ചേഞ്ചസ് ടു അച്ചീവ് ദോസ് സേവിങ്സ്. ആ സേവിങ്സിനെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് അതൊക്കെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ഏരിയാസ് ഫോർ കോസ്റ്റ് സേവിങ്സ്. കോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ചേഞ്ചസ് ടു അച്ചീവ് ദോസ് സേവിങ്സ്. ആ സേവിങ്സിനെ അച്ചീവ് ചെയ്യാനുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് സേവ് ചെയ്യുന്നത് പല രീതിയിൽ ചെയ്യാം. ആ മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന്, അതായത് അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അത് ലേബറിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ മെറ്റീരിയലിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അല്ല ഓവർ ഹെഡുകൾക്കാണ് വേണ്ടിയിട്ടാണ് ഇത് കണ്ടെത്തുക, അത് കുറയ്ക്കുക. അത് കോസ്റ്റ് റിഡക്ഷനൊരു സാധ്യതയാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇന്നോവേറ്റീവായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ മെത്തേഡുകൾ, വളരെ കുറഞ്ഞ വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്ന പ്രൊഡക്ഷൻ മെത്തേഡുകൾ പുതിയതായി വികസിപ്പിച്ചെടുക്കുക കോസ്റ്റ് റിഡക്ഷന് സഹായിക്കും. തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ ചാർജസ് നന്നായി കുറയും. അല്ലെങ്കിൽ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ലേഔട്ട് പ്ലാൻ ചെയ്യുക. തീർച്ചയായിട്ടും അത് ചിലപ്പോൾ നമ്മുടെ ലേബറിൻ്റെ കോസ്റ്റിനെ നന്നായി കുറയ്ക്കും, തൊഴിലാളികളുടെ എണ്ണത്തെ കുറയ്ക്കും. കോസ്റ്റ് സേവിങ് മെത്തേഡായിട്ട് അത് ഭാവിയിൽ കമ്പനിക്ക് പ്രയോജനകരമാകും. ഇതൊക്കെ കോസ്റ്റ് റിഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ചില കാര്യങ്ങൾ. ഇനി അടുത്ത ചോദ്യം 14-ാമത്തേത് ഇതാണ്: എന്താണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്? ടൈം ബുക്കിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം സ്പെൻഡ് ബൈ എംപ്ലോയീസ് ഓൺ സ്പെസിഫിക് ടാസ്ക്, ജോബ് ഓർ പ്രോജക്ട്സ്. എംപ്ലോയീസ് അഥവാ തൊഴിലാളികൾ ഒരു പ്രത്യേക ജോബിൽ ടാസ്കിൽ എത്ര ടൈം അവർ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ തൊഴിലാളി ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല.
തൊഴിലാളി ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 8 മണിക്കൂർ ഉണ്ടായിട്ടുണ്ടാകും എന്ന് വെച്ചുകൊണ്ട് ഈ 8 മണിക്കൂറും അവർ കൃത്യമായും പണിയെടുത്തിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ആ ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറുന്ന സമയം, അല്ലെങ്കിൽ അവർ അവരുടെ ഡ്രസ്സ് അഴിച്ച് വെച്ച് യൂണിഫോം ഇടുന്ന സമയം, ഇതൊന്നും അവർ വർക്ക് ചെയ്യുന്നില്ല. ആക്ച്വലി അവർ വർക്ക് ചെയ്ത സമയമാണ്, ജോബിൽ സ്പെൻഡ് ചെയ്ത സമയമാണ്. അവർ ടൂളെടുത്ത്, അവർ എക്യുപ്മെൻ്റ് എടുത്ത് മെഷീൻ ഓൺ ചെയ്ത്, അല്ലെങ്കിൽ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ അവർ ആ വർക്കിൽ നിന്ന് മെഷീൻ ഓഫ് ചെയ്ത് നിർത്തുന്ന സമയം വരെയുള്ള ടൈമാണ് വാസ്തവത്തിൽ അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനിടയിൽ അവർ ഫാക്ടറി ബിൽഡിങ്ങിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതോ, അവർ ചായ കുടിക്കാൻ ചിലവാകുന്ന സമയമോ, അല്ലെങ്കിൽ അവർ ഇൻ്റർവെൽ എൻജോയ് ചെയ്യുന്ന സമയമോ ഒന്നും നമ്മൾ വർക്ക് നടന്നതായിട്ട് ടൈം ബുക്കിങ്ങിൽ രേഖപ്പെടുത്തുന്നില്ല എന്നർത്ഥം. ഇനി അടുത്തതാണ്, വാട്ട് ഡു യു മീൻ ബൈ ലേബർ ടേൺ ഓവർ? തൊഴിലാളികളുടെ ഈ വിട്ടുപോകൽ അഥവാ ഒരു പഴയ തൊഴിലാളികൾ പോയി പുതിയ തൊഴിലാളികൾ കടന്നു വരിക, ഇതിനെയാണ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് എംപ്ലോയീസ് ലീവ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ എംപ്ലോയീസ്. പഴയ തൊഴിലാളികൾ എത്രത്തോളം അവിടെ നിന്ന് പോയി, അതിൻ്റെ സ്ഥാനത്ത് പുതിയ തൊഴിലാളികൾ എത്ര പേരെ നമ്മൾ പുതിയതായി റീപ്ലേസ് ചെയ്തു ഒരു ഓർഗനൈസേഷനിൽ, അതിൻ്റെ ഒരു കണക്കാണ്, അതിൻ്റെ റേറ്റ്. ഓവറായിട്ട് പഴയ ആൾക്കാർ പോവുകയും പുതിയ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ലേബർ ടേൺ ഓവർ കൂടുതലാണെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ളിടത്ത് ചില പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് എല്ലാം പോകുന്നു, പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും അവിടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലോ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്, labor turnover is calculated as the number of employees who left during a period divided by the average number of employees during that period. Labor turnover കണക്കാക്കുന്നത് സെപ്പറേഷൻ മെത്തേഡിൽ അങ്ങനെയാണ്. എത്ര തൊഴിലാളികളാണ് വിട്ടുപോയത്, number of employees left during a period divided by the average number of employees during that period. അത് ആ ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ പെർസെൻറ്റേജ് ആകുമെന്ന് നമുക്കറിയാം. അങ്ങനെ അത് പെർസെൻറ്റേജ് ആയിട്ട് ലേബർ ടേൺ ഓവർ നമുക്ക് പറയാൻ സാധിക്കും. സെപ്പറേഷൻ മെത്തേഡ് മാത്രമല്ല, പല രീതികളുണ്ട് ലേബർ ടേൺ ഓവർ കണക്കാക്കുന്നതിന്, വ്യത്യസ്ത ഫോർമുലകളുമുണ്ട്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ സപ്ലിമെൻ്ററി റേറ്റ്? എന്താണ് സപ്ലിമെൻ്ററി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ സപ്ലിമെൻ്ററി റേറ്റ് ഈസ് ആൻ അഡീഷണൽ റേറ്റ് യൂസ്ഡ് ടു അബ്സോർബ് ഓവർഹെഡ് കോസ്റ്റ് ദറ്റ് ആർ നോട്ട് കവേർഡ് ബൈ ദ സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് കൊണ്ട് കവർ ചെയ്യാത്ത ചില ചിലവുകളെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഡീഷണൽ റേറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. ഇതിന് അഡീഷണൽ റേറ്റിനെയാണ് സപ്ലിമെൻ്ററി റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്ലൈഡ് ടു സ്പെസിഫിക് പ്രോഡക്ട്സ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സപ്ലിമെൻ്ററി റേറ്റ് കൊടുക്കുന്നത്. ടു എൻഷുർ ആക്യുറേറ്റ് കോസ്റ്റ് അലോക്കേഷൻ, കുറച്ചുകൂടി കൃത്യതയുള്ള കോസ്റ്റ് അലോക്കേഷൻ ഉറപ്പുവരുത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരുന്നു. ആ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനുള്ളിൽ ആ കോസ്റ്റ് കവർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇനി അത് കൂടി അവിടെ നിന്ന് ഉയർന്നു എന്നത് ഉറപ്പായി, ആ സ്റ്റാൻഡേർഡ് ക്രോസ് ചെയ്തു പോയി എന്ന് ഉറപ്പായി. അപ്പോൾ ഇനി അത് പരമാവധി എത്രയ്ക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു അഡീഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ വീണ്ടും ഫിക്സ് ചെയ്ത് അതിന് മുകളിൽ കൊടുക്കുന്നു. അതിനുള്ളിൽ അത് നിലനിർത്താൻ വേണ്ടി അവർ കോസ്റ്റ് കൺട്രോളിങ്ങിന് ശ്രമിക്കണം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു പരമാവധി അത് ഡീവിയേഷൻസ് കുറയ്ക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ ഡബിൾ ബിൻ? ഡബിൾ ബിൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡബിൾ ബിൻ എന്നത് ഒരു സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ടെക്നിക്ക് മാത്രമാണ്. അവിടെ വേർ 2 ബിൻസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഇൻവെൻട്രി ഐറ്റംസ്. ഇൻവെൻട്രി ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 2 ബിൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിന്നിന് തന്നെ 2 ചേമ്പറുകൾ കണ്ടെത്തുന്നു. എന്നിട്ട് when one bin is empty the other bin is used. ഒരു ബിൻ എംറ്റി ആകുമ്പോൾ മറ്റേ ബിൻ ഉപയോഗിക്കുന്നു. അതായത് ആൻഡ് ആൻ ഓർഡർ ഈസ് പ്ലേസ്ഡ് ടു റീഫിൽ ദ എംറ്റി ബിൻ. എംറ്റി ബിന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് അതായത് അപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. കാരണം മറ്റേ ബില്ല് കാലിയാകുമ്പോൾ തന്നെ അടുത്ത ബിന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നു പുതിയ മെറ്റീരിയൽ വരാനായിട്ട്. അങ്ങനെ വരുമ്പോൾ അതായത് മിനിമം ലെവലിന് വേണ്ടിയിട്ടുള്ള സാധനം, റീഓർഡർ ലെവലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു ബിന്നിൽ സൂക്ഷിക്കുന്നു, റീഓർഡർ ലെവൽ വരെ. എന്നിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും റീഓർഡർ ലെവൽ എത്തിയോ ഇല്ലയോ എന്നറിയാം. ഈ ബിൻ കാലി ആയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം റീഓർഡർ ലെവലാണെന്നാണ്, റീഓർഡർ ലെവൽ റീച്ച് ചെയ്തു എന്നാണ്. അപ്പോൾ റീഓർഡർ ലെവൽ റീച്ച് ചെയ്തോ എന്ന് പെട്ടെന്ന് അറിയാനായിട്ട് ഡബിൾ ബിൻ സിസ്റ്റം ഉപകരിക്കും. എന്നിട്ട്
മറ്റേ ബിന്നിന് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, കാരണം ആ ബിന്നിൽ ഇനി അങ്ങോട്ട് ഉപയോഗിച്ച് തീരുന്നതിനുള്ളിൽ അടുത്ത മെറ്റീരിയൽ എത്തിയിരിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആണ് റീഓർഡർ ലെവല് മാത്രം ഒരു ബിന്നിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ബിന്നിൽ ഒരു പോർഷൻ സൂക്ഷിക്കുക. ആ പോർഷൻ തീർന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് റീഓർഡർ ലെവൽ റീച്ച് ചെയ്തു എന്ന് അറിയാൻ കഴിയുന്നു. എന്നിട്ട് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അപ്പോഴേക്കും അതെത്തുമ്പോഴേക്കും മറ്റേത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവ് തന്നെയായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇതാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ സ്റ്റോക്ക് ടേക്കിംഗ്. സ്റ്റോക്ക് ടേക്കിങ്ങിനെ സംബന്ധിച്ച് ഒരു ചെറുകുറിപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റോക്ക് ടേക്കിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഫിസിക്കലി കൗണ്ടിങ് ആൻഡ് വെരിഫൈങ് ഇൻവെൻറ്ററി ലെവൽസ്. സ്റ്റോക്ക് എത്രയുണ്ട് എന്നുള്ളത് കണക്ക് പുസ്തകങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ നേരിട്ടുള്ള പരിശോധനയല്ലത്. നേരിട്ട് പോയി പരിശോധിക്കുന്ന രീതിയാണ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. സോ കണക്ക് പുസ്തകങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകുന്നതിനേക്കാൾ കുറച്ചുകൂടി കണക്ക് പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്നറിയണമെങ്കിൽ നേരിട്ട് പോയി പരിശോധന നടത്തും. കണക്ക് പുസ്തകങ്ങളിൽ അവയുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൃത്യമായി രേഖപ്പെടുത്തപ്പെടണമെന്നില്ല. ഇത്ര പെട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ചില പെട്ടികൾ ലീക്കേജ് ആയിട്ടുണ്ടാവാം, അത് നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ ചിലത് കേടായിപ്പോയിട്ടുണ്ടാവാം, അത് നമ്മൾ അറിയുന്നില്ല. ഫിസിക്കലി പോയി വെരിഫൈ ചെയ്യുക എന്നുള്ള മെത്തേഡാണ് സ്റ്റോക്ക് ടേക്കിംഗ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ്? നമ്മൾ എഴുതിയ കണക്കുകളുടെ ആക്യുറസി ഉറപ്പുവരുത്താൻ. ഇറ്റ് ഈസ് ടു എൻഷുർ ദ ആക്യുറസി ആൻഡ് ഐഡൻറ്റിഫൈ എനി ഡിസ്ക്രിപ്പൻസീസ്. എന്തെങ്കിലും തിരിമറികൾ അതിനകത്ത് നടന്നിട്ടുണ്ട്, കണക്കിൽ എഴുതി വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാതെ വരുന്ന സാഹചര്യം, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തെറ്റായ കണക്കുകൾ നൽകി സ്റ്റോക്ക് ഇല്ലാത്ത സ്റ്റോക്ക് ഉണ്ടോ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയണമെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന ആ പ്രോസസ്സ് നടന്നേ മതിയാവും. സോ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ആക്യുറേറ്റ് ഇൻവെൻറ്ററി റെക്കോർഡ്സ്. ഇങ്ങനെ ഈ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് നടക്കുമ്പോൾ കൃത്യതയാർന്ന സ്റ്റോക്ക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ഥാപനത്തിന് കഴിയുന്നു. സോ ദാറ്റ് വി ക്യാൻ പ്രിവെൻറ്റ് സ്റ്റോക്ക് ഔട്ട്സ് ഓർ ഓവർ സ്റ്റോക്കിംഗ്. സ്റ്റോക്ക് ഔട്ട് പിന്നെ തടയാം, അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിങ്ങിനെ തടയാം. ആൻഡ് ഡിറ്റക്റ്റ് എനി ഇൻവെൻറ്ററി റിലേറ്റഡ് ഇഷ്യൂസ്. സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് കണ്ടെത്താനും തടയാനും കഴിയുന്നു. അടുത്തത്, വാട്ട് ഈസ് യൂണിറ്റ് കോസ്റ്റിംഗ്? എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്നാണ്. യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വേർ. യൂണിറ്റ് കോസ്റ്റിംഗ് എന്നുള്ളത് കോസ്റ്റിങ്ങിൻ്റെ ഒരു രീതിയാണ്. അവിടെ ദ കോസ്റ്റ് ഓഫ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് കാൽക്കുലേറ്റഡ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സർവീസിൻ്റെ സിംഗിൾ യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദിസ് ഇൻവോൾവ്സ് ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ്റെ ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുകയാണ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതുകൊണ്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു യൂണിറ്റ്, പെർ യൂണിറ്റ് എന്ന് പറയും. ആകെ 1000 എണ്ണമാണ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ അതിന് 12,300 രൂപയാണ് ചിലവായതെങ്കിൽ അതിൽ 12 രൂപ 30 പൈസയാണ് തീർച്ചയായിട്ടും ഒരു യൂണിറ്റിന് വരുന്നത്. കാരണം 12,300നെ 1000 കൊണ്ട് ഹരിക്കുക, അപ്പോൾ ഒരു യൂണിറ്റിന് 12 രൂപ 30 പൈസ എന്ന് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന നമ്പർ കൊണ്ട് ടോട്ടൽ നമുക്ക് ചിലവായിരിക്കുന്ന കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്ന രീതി, അങ്ങനെ ഒരു യൂണിറ്റിന് എത്ര എന്ന് കണ്ടെത്തുന്ന രീതി, അതാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് പേറോൾ? എന്താണ് പേറോൾ? പേറോൾ റെഫേഴ്സ് ടു പേയ്മെൻറ്റ് രജിസ്റ്റർ എന്ന് തന്നെയാണ് പേറോളിൻ്റെ അർത്ഥം. റോൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് രജിസ്റ്റർ എന്നുള്ളതിനെ റോൾ എന്ന് പറയാം, അറ്റൻഡൻസ് റോൾ എന്നുള്ളതിനെ അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്ന പോലെ. സോ പേറോൾ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ആൻഡ് ഡിസ്ബേഴ്സിങ് എംപ്ലോയി സാലറി. തൊഴിലാളിയുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക, അത് ഡിസ്ബേഴ്സ് ചെയ്യുക. വേജസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസ്ബേഴ്സ് ചെയ്യുക. ആൻഡ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റുകൾ, ഇൻസെൻറ്റീവോ, DRA, HRA, TA, DA, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ബേസിക് സാലറിയോട് ആഡ് ചെയ്യപ്പെടേണ്ടവയാണ്. അപ്പം ഇതൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സിനെയാണ് പേറോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ട്രാക്കിംഗ് എംപ്ലോയി അവേഴ്സ്. അതിനകത്ത് എംപ്ലോയി എത്ര മണിക്കൂർ പണിയെടുത്തു എന്നത് അവിടെ ഉണ്ടാവും. കാൽക്കുലേറ്റിംഗ് ഗ്രോസ് പേ. ഗ്രോസ് പേ എത്രയാണെന്നുണ്ടാവും. അതിൽ നിന്ന് ഗ്രോസ് പേയിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡിഡക്റ്റിംഗ് ടാക്സസ് ആൻഡ് അതർ ഡിഡക്ഷൻസ് ആൻഡ് പേയിങ് എംപ്ലോയീസിന് എന്നിട്ട് ഇതിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതുണ്ടാവും. അപ്പോൾ ആഡ് ചെയ്യപ്പെടേണ്ടതും ലെസ് ചെയ്യപ്പെടേണ്ടതും, ബേസിക് പേയോട് ആഡ് ചെയ്യപ്പെടേണ്ടതും ലെസ് ചെയ്യപ്പെടേണ്ടതുമായ ഐറ്റംസൊക്കെ സെപ്പറേറ്റ് കോളത്തിൽ എഴുതിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പേയ്മെൻറ്റ് രജിസ്റ്ററിൽ. അതാണ് പേറോൾ എന്ന് പറയുന്നത്.
ഇനി ഇവിടെ ഒരു കണക്ക് EOQവിൻ്റെ കണക്ക് ചോദിച്ചിട്ടുണ്ട്. EOQവിൻ്റെ കണക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ഇത്രയും നേരം നമ്മൾ നോക്കിയാലെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പതിയെ കണക്കുകൾ കണ്ടു തുടങ്ങുന്നത്. എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി ആണ് EOQ. ലാഭകരമായി ഒരു ഓർഡർ നമ്മൾ വയ്ക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചാലാണ് നമുക്ക് ലാഭവും കിട്ടുക, അഥവാ പരമാവധി ലാഭകരമായി നമുക്ക് ആ വാങ്ങിക്കൽ പ്രക്രിയ നടപ്പിലാക്കാൻ കഴിയുക. ഇതിൻ്റെ കണക്കാണ് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാർഷികമായിട്ട് നമ്മുടെ കമ്പനിക്ക് എത്ര കൺസംഷൻ ആവശ്യമുണ്ട് എന്നത് ആദ്യം അറിയണം. ആനുവൽ കൺസംഷൻ അറിയാതെ, ആനുവൽ യൂസേജ് അറിയാതെ നമുക്ക് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ഇൻവെൻട്രിയുടെ ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് അതറിയണം. അതുപോലെ തന്നെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് എത്രയാണ് കോസ്റ്റ് എന്നറിയണം. ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമാണ് EOQ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്യാരിയിങ് കോസ്റ്റ് ഇവിടെ ഈ കണക്കിൽ തന്നിരിക്കുന്നത് നേരിട്ട് തന്നിരിക്കുകയല്ല. അതായത് സ്റ്റോക്കിൻ്റെ ഒരു യൂണിറ്റ് ഇൻവെൻട്രി വാല്യൂ എത്രയാണ് അതിൻ്റെ 20% ആണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയാൻ. അപ്പോൾ ഇൻവെൻട്രി വാല്യൂ 160 രൂപയാണെങ്കിൽ ഇവിടെ 160 രൂപയാണ് ഒരു യൂണിറ്റിന് ഇൻവെൻട്രി വാല്യൂ, അഥവാ ഗുഡ്സ് നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സാധനത്തിൻ്റെ ഇൻവെൻട്രി വാല്യൂ എന്ന് പറയുന്നത് 160 രൂപയാണ്. അതിൻ്റെ 20%, അതിൻ്റെ 10% 16ആണ്, 20% 32. സോ 32 രൂപയാണ് അത് സൂക്ഷിക്കാൻ എടുക്കുന്ന ക്യാരിയിങ് കോസ്റ്റ്, ഗോഡൗണിൽ സൂക്ഷിക്കുന്നതിന് എടുക്കുന്ന ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആനുവൽ കൺസംഷൻ 24,000 യൂണിറ്റാണ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് 120 രൂപ വീതം കയ്യിൽ നിന്ന് നഷ്ടമാകും. ഓരോ പുതിയ ഓർഡറിനും 120 രൂപ വീതം നഷ്ടമാകും. ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ EOQവിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. √2CO/i എന്നാണ്. അതിൽ √2 എന്നുള്ളത് ഫോർമുലയുടെ ഭാഗമായുള്ളത് തന്നെയാണ്. C എന്ന് പറയുന്ന ആനുവൽ കൺസംഷൻ അഥവാ ആനുവൽ യൂസേജ് ആണ്. O എന്ന് പറയുന്ന COയിലെ O എന്താണ്? ഓർഡറിങ് കോസ്റ്റാണ്. I എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റാണ്. ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ഇത് നമുക്കിവിടെ എത്രയാണ്? 160 രൂപയുടെ 120%, അതായത് 32 രൂപ എന്ന് നമുക്കറിയാം. നമ്മൾ 24,000 ആനുവൽ ഡിമാൻഡ്, ഓർഡറിങ് കോസ്റ്റ് 120 ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 160 രൂപയുടെ 20%, അതായത് 32. EOQ കാണുമ്പോൾ √2CO/i എന്നുള്ളതാണ്. സോ EOQ = എത്രയാണ്? ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക ആദ്യം ഈ ബ്രാക്കറ്റ്സിനുള്ളിൽ, എന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അറിയാമല്ലോ. സോ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുന്നു. 57,60,000 എന്ന സംഖ്യയെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,80,000 എന്ന് കിട്ടുന്നു. ഈ 1,80,000ത്തിൻ്റെ റൂട്ട് കാണുമ്പോൾ പോയിൻ്റ് വരുന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടുക. അതായത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം എന്നതുകൊണ്ട് പ്രശ്നമില്ല. സോ EOQ കിട്ടുന്നത് 424.26 യൂണിറ്റ് എന്നാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഇനി അങ്ങോട്ട് ചോദ്യങ്ങളുണ്ട്. ലേബർ ടേൺ ഓവറിൻ്റെ ചോദ്യങ്ങളാണ്. നമുക്ക് സെപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് ലേബർ ടേൺ ഓവർ കാണുക എന്നുള്ള ചോദ്യമുണ്ട്. പാർട്ട് സിയിലാണെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് വേജ് പേയ്മെൻറ്റ് ആൻഡ് ഇൻസെൻറ്റീവ് പ്ലാൻസ്. പലതരത്തിലുള്ള വേജ് പേയ്മെൻറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ്, ഇൻസെൻറ്റീവ് പ്ലാനുകൾ ഏതൊക്കെയാണ്? ഹാൾസി പ്രീമിയം പ്ലാന്, റോവൻ പ്ലാന്, മെറിക്ക്, ഗാൺടാക്ക്, അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് നമുക്കറിയാം. ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ടൈം റേറ്റും പീസ് റേറ്റും എല്ലാം പറയേണ്ടി വരും അവിടെ. അത് 4 മാർക്കിനാണ്. എക്സ്പ്ലെയിൻ അണ്ടർ അബ്സോർപ്ഷൻ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓവർഹെഡ് അഥവാ മിതിച്ചെലവ് അമിതമായി നമ്മൾ കണക്കിൽ എസ്റ്റിമേറ്റ് എടുത്തു പോയാൽ, അല്ലെങ്കിൽ ഓവറായിട്ട് എടുക്കാതെ അണ്ടർ വേണ്ടതിനേക്കാൾ കുറവായിട്ട് നമ്മൾ കണക്കിൽ സംഖ്യ എടുത്തു പോയാൽ അത് എന്താണ്, അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് അത് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ് എന്നും, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ ഏത് രീതിയിൽ പ്രസക്തമാണ് എന്നും ചോദിക്കുന്നു. 2 ചോദ്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടൊരു ചോദ്യമാണ്. നമുക്കതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം എന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെറ്റീരിയൽ സ്റ്റോർസ് കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോളിൻ്റെ പല രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു വശമാണ്. ഇനി ഈ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. നമുക്ക് അത് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്കിടാം.